ഇരിക്കുവാണ്. ഞാൻ ഇടത്തിട്ട് മെസ്സേജ് അയച്ചത്, ഇടത്തി കുറെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ മെസ്സേജ് അയച്ചതാ. വാഹനം പൊട്ടിയിരിക്കും. അപ്പം നീ വിളിച്ചോണ്ടിരുന്നപ്പം ഗുളിക വായിക്കാതിട്ട് അലിയിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അത് ഞാൻ വിളിക്കായിരുന്നു, സംസാരിക്കായിരുന്നു. രമ്യ എടുത്തത് ഈ ഗുളിക വായിക്കാതിട്ട് അലിയിച്ച് തിന്നണം. ആ പൊട്ടിയിരിക്കും. ഇന്നാണ് ഗുളിക കിട്ടിയത്, അതുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത്. ഞാനിപ്പോ കിടക്കാൻ പോവാം. ഞാൻ തിങ്കളാഴ്ച നിന്നെ വിളിച്ചോളാം അങ്ങോട്ട്. ഡോക്ടർ ഇവിടെ ചെന്നിട്ട് എന്താ പറയുന്നത് അങ്ങോട്ട് വിളിച്ചോളാം. എനിക്ക് സുഖമില്ല. എനിക്ക് അസുഖം പറഞ്ഞ് രേണു എന്നോട് കരഞ്ഞ ദിവസം രേണു എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, സായി ദയവ് ചെയ്തിട്ട് കിച്ചുവിനോടൊന്ന് സംസാരിക്കാം. ഈ ഫോൺ വെച്ച ഉടനെ ഞാൻ കിച്ചുവിനെ വിളിച്ചു. ഓക്കെ, ഇനി എനിക്കൊന്ന് വീഡിയോയിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് കിച്ചുവിനെ വിളിച്ചപ്പോൾ കിച്ചു ആദ്യം പറഞ്ഞത്, സായി ബ്രോ ഞാൻ അമ്മേനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഫോണിൽ അമ്മേനെ കിട്ടിയില്ല, ചേച്ചിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചോദിച്ചു പോയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീട്ടിൽ പോയി കാണട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, ഇവിടെ ആണെങ്കിലും പ്രശ്നമാണ്, ഉള്ള ദിവസം പറയാം, ആ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ആളുകൾ കൂട്ടി പോവാം. ഇത് എന്നോട് കിച്ചു ആ തുടക്ക സമയത്ത് പറഞ്ഞു. ഈ ചെക്കൻ പോയില്ല എന്നും കണ്ടില്ല. അപ്പോൾ മേ ബി രേണു ഇതൊന്നും അറിഞ്ഞു കാണും. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ മകൻ വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പാടില്ലല്ലോ. ചിലപ്പോൾ അതിന്റെ സങ്കടത്തിലൊക്കെ അവർ പറഞ്ഞു. പിന്നെ അതിലൊരു മിസ്റ്റേക്കും പറ്റിയെന്ന് വെച്ചാൽ രേണു കീമോന്റെ മുന്നെയാണ് കിച്ചുവിനെ കാണുന്നുള്ള വീഡിയോ ഇട്ടിരുന്നത്. കീമോ കഴിഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ മകൻ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് രേണുവിന് അപ്പഴാണ് മനസ്സിലാവണം. ഈ മുന്നേ വീഡിയോ എടുത്തപ്പോൾ രേണുവിന് അത് അറിയില്ല. പുറത്ത് വന്നത് ഈ വീഡിയോ. അപ്പൊ കിച്ചുവിനോട് ഓൾറെഡി ഇത് കൺവേഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്നൊന്നുമില്ല. ഇപ്പൊ അവൻ തന്നെ വന്ന് പറഞ്ഞു വീഡിയോന്റെ പ്രശ്നമുണ്ട്, വിഷയങ്ങളുണ്ടെന്ന്. ഇത് തീർക്കാനുള്ള കാര്യങ്ങൾ നോക്കണ്ടേ? ഇത് തീർക്കാൻ നോക്കാതെ ഒരു സൈഡിന് കിച്ചുവിന് സ്ക്രൂ, അപ്പുറത്തെ സൈഡിന് രേണുവിന് സ്ക്രൂ. വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തിങ്കളാഴ്ച ഇന്ന പോലെ ഹോസ്പിറ്റലിൽ പോകാന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അതിനുശേഷമാണ് കീമോ ഒക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. ആ വോയിസിന് ഒരു റിപ്ലൈ പോലും ആ പയ്യൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും അവൻ കൊടുത്തിട്ടില്ല. പിന്നെ സായിയുടെ വീഡിയോ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസ് വന്നായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്തോ വിഷമം പോലെ ആയിരുന്നു അവൻ പറയുന്നത്. ഒരു സായി തന്നെ പറയുന്നുണ്ട്. സായി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടായി പറഞ്ഞത്. അതാണ് ഈ കുഴപ്പം വരുന്നത്. അത് എടുത്തുകൊണ്ട് പോയിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുവിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ രേണുവിനെ ചതിക്കുന്നേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് രേണുവിന്റെ ചേച്ചിയാണ്. സത്യത്തിൽ അവർ സ്പോട്ടിൽ തന്നെ ഫോണും കൊടുത്ത് വോയിസ് എന്താ പറയണ്ടേ, അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്താ വോയിസ് ആണ് ഇട്ടത്. ചിലപ്പോൾ ആ വോയിസ് കേട്ടിട്ടായിരിക്കാം അവൻ്റെ ഒരു വിഷമം ഉണ്ടായത്. ആവാം, പറയുമ്പോൾ നമ്മളുള്ള കാര്യം പറയണമല്ലോ. ഓക്കെ, അതിനുശേഷം അവൻ പിന്നെ അവരോട് മിണ്ടിയിട്ടുമില്ല. എന്താ, ഞാനൊരു കാര്യം പറയട്ടെ, കിച്ചുവിന് സ്നേഹം ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ രേണുവിനെ വിളിച്ചത്. അതേ കിച്ചു തന്നെ വന്നിട്ട് ഒരു വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ ഇപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഷോക്കാവുകയാണ്. അപ്പോൾ ഈ പയ്യൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവൻ നെഗറ്റീവായി വരുന്നു എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് അവൻ കൊണ്ടെടുത്ത് സബ്സ്ക്രിപ്ഷൻ്റെ വീഡിയോ എടുത്തിട്ടു. ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒരു കാര്യം പറയാലോ, രേണു വർഷങ്ങൾക്ക് മുമ്പ് ഇവനുമായിട്ട് ചെറിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുധി ഉള്ള സമയത്ത്. എനിക്കത് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡാനി സത്യൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്, റിയാക്ട് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ പുള്ളി എപ്പോഴും ലൈക്ക് രേണുവിനെ അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ട് പുള്ളിയും ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്, കിച്ചുവിൻ്റെ ഭാഗത്തൊരു വലിയ തെറ്റുണ്ട്, അത് നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്, അതറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും കിച്ചുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല, അങ്ങനെയാണ് രേണു, ഇങ്ങനെയാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പണ്ട് കുറേ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം രേണുവിന് ഈ ഒരു അസുഖം വന്നതിന് ശേഷം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ വളരെയധികം ഇങ്ങനെ കുറ്റം പറയുന്നതായിട്ട് ഞാൻ പല വീഡിയോസിലും കണ്ടു. അപ്പം ഇന്ന് പുള്ളിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രേണുവിൻ്റെ വോയിസ് മാത്രം കൊടുത്തിട്ടുണ്ട്. അതായത് രേണു പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാം, കാരണം കട്ടനും എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു ചാനലുണ്ടല്ലോ, അതായത് നമ്മുടെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേരുള്ള ആ ഒരു ചാനൽ. അപ്പോൾ ആ ഒരു ചാനലിൽ അവർ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആ ക്ലിപ്പ് കിട്ടുവാണെങ്കിൽ ഞാൻ വെക്കാം, അല്ലെങ്കിൽ ആ ഒരു ചാനലിൽ അവർ പറയുന്നുണ്ടായിരുന്നു, അതായത് രേണുവിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ രേണുവിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ കിച്ചു രേണുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ കിട്ടിയില്ല. അപ്പം രേണുവിൻ്റെ ചേച്ചിയായിരുന്നു ഫോൺ എടുത്തത്. അപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് അവർ സംസാരിച്ചത്. സോ അത് കഴിഞ്ഞ ദിവസമായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കൂടിയാണെങ്കിൽ നമ്മൾ കണ്ടിരുന്നു, കിച്ചു സുധീനെ അടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ അനീഷ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ചാനലിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ
ഈ ഒരു വോയിസ് കേട്ടപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, കിച്ചു വിളിച്ച റെക്കോർഡും അല്ലെങ്കിൽ കിച്ചു വിളിച്ച സംഭവം കൂടെ നിങ്ങൾ കേൾപ്പിക്കണം. അല്ലെങ്കിൽ ഇത് എപ്പോൾ രേണു പറഞ്ഞതാണ് എന്നുള്ള ടൈമിങ്ങും കാര്യങ്ങളും കേൾപ്പിക്കുക. ഓക്കെ, അപ്പോൾ കിച്ചുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ രേണു ഇങ്ങനെ റിയാക്ട് ചെയ്തു. സോ ഇവിടെ സായി പറയുന്നുണ്ട് ഇങ്ങനെ കിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ രേണു ഇങ്ങനെ റിയാക്ട് ചെയ്തു, അത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ. അപ്പം ഈ ഒരു സംഭവം ആണെന്ന് അറിഞ്ഞ സമയത്ത് കിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിൻ്റെ പേരിലാണ് നമ്മളുടെ അടുത്തൊക്കെ വന്നിട്ട് രേണു പറഞ്ഞത് ഇങ്ങനെ എനിക്കൊരു മോനുണ്ട്, ആ മോൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? രേണുവാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. സോ അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്, ആ ഒരു ഇൻ്റർവ്യൂവിലാണ് നമ്മൾ അറിയുന്നത്. ജൂൺ 13 എങ്ങാണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ. ജൂൺ ആണോ എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ടൈമിലായിരുന്നു ഫസ്റ്റ് ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിലൂടെയാണ് കിച്ചുവും അറിയുന്നത് രേണുവിന് ക്യാൻസർ ആണെന്ന്. ആ ടൈമിലായിരുന്നു കിച്ചു ആരെ വിളിക്കുന്നത്? രേണുവിനെ വിളിക്കുന്നത്. അപ്പോൾ രേണുവിനെ വിളിച്ചു കഴിഞ്ഞപ്പം രേണുവിൻ്റെ ചേച്ചിയാണ് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവിടെ ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രേണു തിരിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് കൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിൻ്റെ പേരിലാണ് വന്നിട്ട് പറഞ്ഞത്? എന്നെ വിളിച്ചു പോലുമില്ല, അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചു പോലുമില്ല. അപ്പോൾ ഇവിടെ ഈ ആളാണെങ്കിൽ പോലും പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് രേണുവിനെ അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഈ ഡാനി എന്ന് പറയുന്ന ഈ വ്യക്തിയാണെങ്കിൽ പോലും രേണുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. സോ എനിക്കത് തോന്നിയിട്ടില്ല. ഇപ്പോൾ അവനെ നോക്കുവാണെങ്കിൽ അവൻ്റെ ബിസിനസ് നല്ല രീതിയിൽ നടന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവൻ്റെ യൂട്യൂബ് ചാനലിൽ അവൻ ഒരുപാട് ഉയരത്തിലേക്ക് പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എങ്ങനെയെങ്കിലും വലിച്ച് താഴെ ഇടാനായിട്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് കൂട്ടങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ പണ്ട് പലതും ചെയ്യും. ഞാൻ പറയട്ടെ, നമുക്ക് അറിവില്ലാത്ത കാലത്ത് അല്ലെങ്കിൽ നമ്മളെ നോക്കാൻ ആരും ഇല്ലാത്ത സമയത്ത് ഒരു മുറിയിൽ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഒറ്റയ്ക്കാകുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പറയാൻ പറ്റാത്തപ്പം നമുക്കൊന്ന് സംസാരിക്കാൻ പോലും നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ നമുക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറം തോന്നും. സോ എന്നിട്ടും അവൻ അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനിയും വീണ്ടും ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇന്നലെ വന്നിട്ട് ബിഷപ്പും ഒക്കെ കുറേ അധികം സംസാരിക്കുന്നുണ്ടായിരുന്നു. രേണുവിൻ്റെ വീട്ടിലിരുന്ന് വൈകിട്ട് അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് കിച്ചുവിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, രാഹുൽ ദാസിൻ്റെ എന്നെ അടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അവനെ ഇവിടെ കയറ്റുക പോലും ഇല്ല എന്ന് പറഞ്ഞ ബിഷപ്പ് വരെ ഇപ്പോൾ തിരിച്ചു പറയുന്നുണ്ട്. കാരണം കിച്ചുവിനെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് തിരിച്ചു പറയുകയാണ്. എന്നാൽ ഇൻഡയറക്റ്റ്ലി ഇതുപോലെയുള്ള പല വ്ളോഗേഴ്സിനെ വെച്ചിട്ട് അവനെതിരെ നല്ല രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ നമുക്കറിയാം റൂഹി ജാൻ എന്ന് പറയുന്ന വ്യക്തി സ്പിരിറ്റുകളോട് സംസാരിച്ച അല്ലെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് റിഫ മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തെക്കുറിച്ചിട്ടും. അപ്പോൾ അവർ പറയുന്നുണ്ട് രേണുവിന് ഈ കള്ളക്കടത്തിൽ കുറച്ച് കുറച്ച് സ്വർണ്ണ കള്ളക്കടത്തിൽ കുറച്ച് എന്തൊക്കെയോ ഇതുണ്ട്, എന്തൊക്കെയോ അറിയാം. അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു അസുഖത്തിൽ നിന്ന് വളരെയധികം രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അത് അവരുടെ ഒരു പിടിവള്ളിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ അവരുടെ വീഡിയോ കണ്ടവർക്കറിയാം. സോ അല്ലാത്തവർക്ക് ഞാൻ അവരുടെ വീഡിയോ കൊടുക്കാം, അല്ലെങ്കിൽ മേ ബി ഞാൻ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നലെ അവർ വന്നിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ പറയത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ഇത് ഓപ്പൺ ആയിട്ട് പറയുന്നത് അവർക്കെന്തോ പേഴ്സണൽ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം സുധി എന്ന് പറയുന്ന ആള് കിച്ചുവിൻ്റെ ഒപ്പം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഈ ഡാനി സത്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിലൊക്കെ കുറച്ച് വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. ഈവൻ എൻ്റെ ഹസ്ബൻഡിന് ഇതിനൊന്നും വലിയ വിശ്വാസവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ പക്ഷെ ആൾക്ക് വിശ്വാസമില്ലെങ്കിൽ പോലും ഇതിൽ നമ്മൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ അതിലെ കളിയാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഡാനി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി വേറെ കോപ്പിറൈറ്റ് വല്ലതും നമുക്ക് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. ഇപ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രൈവറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, അങ്ങനെ ചെയ്യുമോ, വളരെയധികം കളിയാക്കുന്ന രീതിയിലാണ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ട് റൂഹിനെ വെച്ചിട്ട് വീഡിയോസ് ഇടുന്നത്. സോ നിങ്ങൾ
എന്താ പറയുക, നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊള്ളൂ. പക്ഷേ എന്തിനാണ് കിച്ചുവിനെ അതിനെ ഇരയാക്കപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കിച്ചുവിനെ അതിലേക്ക് ഇടുന്നത് എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അവന് ഇത്ര പ്രായമേ ഉള്ളൂ, അവന് കുറേ ഉണ്ട് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം വളരെയധികം അവൻ്റെ മുന്നിൽ നീണ്ടു നോർന്ന് കിടക്കുന്നുണ്ട്. സോ അവൻ ഇതിലൊന്നും പെടാതെ അവൻ പൊക്കോണ്ടിരിക്കുകയാണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഈ ഒരു പുള്ളിയുടെ വീഡിയോയിൽ പുള്ളി പറയുന്നുണ്ട് അവൻ എന്തുകൊണ്ടാണ് രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടും ആരോ സ്ക്രൂ കയറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? വീണ്ടും എനിക്ക് പറയാനുള്ളത്, ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? രേണുവാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഞാൻ 11 വയസ്സ് മുതൽ നോക്കിയ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി എൻ്റെ പുറകെ എന്നെ നോക്കാൻ വരുന്നില്ല, എന്നെ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത് ആരാണ്? ഈ രേണുവാണ്. അപ്പോൾ ഒരുപാട് പേര് അതിനെ മുറുക്കി പിടിച്ചുകൊണ്ടുവരും, നീമോ അമ്മയെ പോയി കാണണം, അങ്ങനെ അവന് ഒരുപാട്, ഇപ്പം ഈവൻ എനിക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പം എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഞാൻ വന്ന് പറയണ്ടേ? ആ ഒരു കാര്യം മാത്രമേ അവന് പറഞ്ഞുള്ളൂ. അതിൽ വെച്ച് റീച്ച് ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ അവന് ഒരു നല്ല പേര് വാങ്ങാനാണെങ്കിലും അവൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല അവൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ എന്താ പറയുക, അവൻ ആ ഒരു സാധനം എടുത്തിട്ട് റിയാക്ട് ചെയ്തു. ഞാനിത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷൻ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ എല്ലാവരും എന്നല്ല, കുറച്ച് ആൾക്കാർ ഈ ടാർഗറ്റിംഗ് പീപ്പിൾസ് പറയുന്നുണ്ട് സബ്സ്ക്രിപ്ഷനിൽ പൈസ അവൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ ആദ്യം സപ്പോർട്ട് ചെയ്തത്, അപ്പം സബ്സ്ക്രിപ്ഷൻ തുടങ്ങട്ടെ എന്ന് ചോദിക്കുമ്പം ഒരു മകൻ വിചാരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ആ സബ്സ്ക്രിപ്ഷനിൽ ഇടാൻ പോകുന്നതെന്ന് ഒരിക്കലും വിചാരിക്കത്തില്ല. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ചുണ്ടുകൊണ്ട് കാണിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പം പല ആൾക്കാരും, പല യൂട്യൂബേഴ്സ് ആണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, ഈ കിച്ചു എന്ന് പറയുന്നൊരു വ്യക്തി അവന് അത് നാണക്കേടാവത്തില്ലേ, അവൻ്റെ ഫ്രണ്ട്സ് കാണുന്നതല്ലേ, 2 മക്കളില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചു എന്താണ് ഒന്നും പറയാത്തത്? അത് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പബ്ലിക്കായിട്ട് വന്നിട്ട് പല ആൾക്കാരും ചോദിച്ചു അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസൊക്കെ കാണാറുണ്ട്, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നാണ് ആ ഒരു ടൈമിൽ അവൻ ഓപ്പണായിട്ട് പറയുന്നു. അവനെ ഇത്രയും ബുള്ളിങ്ങിലേക്ക് തള്ളിവിട്ട് ഇത്രയും അധികം ആൾക്കാർ ബുള്ളി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ആ ഒരു സാധനം, അതായത് കിച്ചു നീ ഒന്ന് പോയി കാണണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒരാളിട്ടത് രേണു കൊളാബടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൊളാബടിച്ച് ഇൻഡയറക്ട്ലി ആണ് ഇവർ, ഡയറക്ട്ലി ഒരു പണിയല്ല, ഇൻഡയറക്ട്ലി ആണ്. അപ്പോൾ കൊളാബടിച്ചിരിക്കുകയാണ്. അപ്പം അതെടുത്തിട്ടാണ് കിച്ചു പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇങ്ങനെ ഈ ഒരു സംഭവം ഈ ഒരു വീഡിയോയിലൂടെയാണ്, അതായത് എനിക്ക് മാത്രമല്ല ഋതപ്പൻ്റെ ഫ്രണ്ട്സ് കണ്ടുകൊണ്ടിരിക്കുക, അത്രയധികം അവൻ ചിന്തിച്ചു. പിന്നെ അവന് പണ്ട് എന്തോ അച്ഛൻ നമ്മുടെ ബിഷപ്പ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെന്തോ കഞ്ചാവടിച്ചു, കള്ളടിച്ചു, അങ്ങനത്തെ ഒരു രീതിയിലാണ് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഡയറക്റ്റ്ലി പണിതിട്ട് കാര്യമില്ല, കുറച്ച് വ്ളോഗേഴ്സിനെ ഇതുപോലെ വെച്ചിട്ട് ഇൻഡയറക്റ്റ്ലി കൊടുക്കുക എന്നുള്ളത്. ഈ ഡാനി ആണെങ്കിലും പല വീഡിയോസിൽ പറയുന്നുണ്ട് എനിക്ക് കുറേ അറിയാം, എനിക്ക് കുറേ എന്തോ കാര്യങ്ങൾ അറിയാം, കിച്ചുവിൻ്റെ ഈ ഒരു കാര്യം അറിയുകയാണെങ്കിൽ നിങ്ങളാരും അവനെ സപ്പോർട്ട് ചെയ്യത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും വന്ന് ഇങ്ങനെ പറയും. ഇതിൻ്റെ ആവശ്യം എന്താണ്? അതാണ് ഞാൻ ചോദിച്ചത്, ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പം ഈ പറയുന്ന രേണു ആണെങ്കിലും പെർഫെക്റ്റ് ഒന്നും അല്ല, ഒരിക്കലും അല്ല. അവർ പണ്ട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ തന്നെ അത് വിമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു കുട്ടി അവൻ്റെ അവസ്ഥ അവൻ പറഞ്ഞതാണ്. ഒരു വീട്ടിലൊരു റൂമിനകത്ത് അവൻ ഒറ്റപ്പെട്ടു പോകുമ്പം ആരാണെങ്കിലും പല കാര്യങ്ങളും തോന്നും, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും പറ്റാത്തപ്പോൾ അവരുടെ മാനസികാവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അതിൽ നിന്ന് അവൻ അത്രയും വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് പോയിട്ട് അതിൽ നിന്നൊക്കെ അവൻ കരകയറി വന്നു. അതിനാണ് നമുക്ക് ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവനിപ്പോൾ ബിസിനസ് അവൻ നല്ല രീതിയിലൂടെയാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലാതെ വേറെ ഒരു രീതിയിലും അല്ല. അവൻ്റെ അമ്മേനെ ഇതുപോലെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന് നല്ല റീച്ചും നല്ല പൈസയും കിട്ടും. അതുപോലെ തന്നെ അവൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവന് നല്ല രീതിയിൽ പൈസ കിട്ടും. പക്ഷെ എങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് അവൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഓൾസോ ഇപ്പോൾ ഒരുപാട് പേര് അവൻ്റെ ടീഷർട്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. നല്ല നല്ല റിവ്യൂസാണ് എല്ലാവരും ഇടുന്നത്. സോ ആ ഒരു എഫേർട്ട് നമ്മളെല്ലാവരും കാണണം. എത്ര കുട്ടികളുണ്ട് ഇത്ര വയസ്സിൽ, ഈ ഒരു വയസ്സിൽ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്രയും സെറ്റിൽഡ് ആവുന്നത്. അക്കോർഡിംഗ് ടു അവൻ്റെ അച്ഛനെ വെച്ച് നോക്കുവാണെങ്കിൽ പോലും അവൻ നല്ല ഏൺഡ് അല്ലെങ്കിൽ എന്താ പറയുക അത്രയും നല്ലൊരു പൊസിഷനിൽ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവേഴ്സിൽ ഞാൻ മരിച്ചുപോയ ഒരു വ്യക്തിനെ ഞാൻ താഴ്ത്തിക്കെട്ടി പറയുന്നതല്ല, പക്ഷെ നമുക്കിപ്പം അനിമോള് അല്ലെങ്കിൽ ഫ്ലവേഴ്സിൽ ഈ ഒരു കോമഡി
ആ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ എത്ര ആൾക്കാർ ലൈഫ് സെറ്റിൽഡായി, അല്ലെങ്കിൽ എത്ര ആൾക്കാർ ലൈഫ് ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ശ്രുതി എന്ന് പറയുന്ന ഒരാൾക്ക് അത്രയും ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് പോലും അവർക്ക് അത്രയും കടങ്ങൾ, എത്ര പൈസ കിട്ടിയാലും മതിയാകാത്ത അത്രത്തോളം കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ബെറ്ററാണ് അവൻ. അല്ലെങ്കിൽ അതൊക്കെ കണ്ടിട്ട് അപ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ ആൾക്കാർ പറയായിരുന്നു എന്നെ കൃഷിക്കാരൻ്റെ മക്കൾ കൃഷിക്കാരൻ എന്നൊക്കെ. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. കാരണം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കുടിയൻ്റെ മക്കൾ അല്ലെങ്കിൽ വെള്ളമടിച്ചും പിന്നെ വീടി വലിച്ചും നടക്കുന്ന അവരുടെ മക്കൾ പണ്ടാണെങ്കിൽ നമ്മൾ പറയാം അവരുടെ മക്കൾ അവൻ്റെ അപ്പൻ അങ്ങനെയല്ലേ അതുകൊണ്ട് അവനും അങ്ങനെയാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കാരണം അവരെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ വീട്ടിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അവർ എത്രത്തോളം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ചില കുട്ടികൾക്ക് മനസ്സിലാവും അല്ലേ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. പിന്നെ ചിലപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ ലൈഫിൽ അവനത് തൊടുത്തു പോലും ഇല്ലായിരിക്കും. സോ അതൊക്കെ ഒരു പാഠമായിട്ട് തന്നെയായിരിക്കും. ആൻഡ് ഐ എം ഹാറ്റ്സ് ഓഫ് ടു ഹിം. അതായത് കിച്ചു ഇത്രയും ഒരു ഏജിൽ അവൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് പുറകെ പോകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടൻറ്റുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈ അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്തായിരുന്നു. പക്ഷെ ഒരിക്കലും അതൊന്നും യൂസ് ചെയ്യാതെ സ്വന്തം അധ്വാനത്തിലൂടെ തന്നെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അവനെ കിടന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ ഇതുപോലെ ഉണ്ട്. യൂട്യൂബേഴ്സ് ഉണ്ട് ഇങ്ങനെ ടാർഗറ്റഡ് ആയിട്ട് അവനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അവനിപ്പോൾ അവൻ്റെ കാര്യം നോക്കി ജീവിച്ചു പോവാണ്. അപ്പോൾ അത് പോട്ടെ. ഇപ്പം രേണു ആണെങ്കിൽ പോലും കാണാൻ വരുന്നില്ലെന്നോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അവരിപ്പോൾ പറയുന്നില്ല. സോ നിങ്ങളിതെടുത്ത് കുത്തിപ്പൊക്കി ഇനി ഈവൻ രേണു അവിടുന്ന് ഇവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നതാണെങ്കിൽ പോലും ഇങ്ങനെ എടുക്കാതിരിക്കൂ. ആ ഒരു കുട്ടിയുടെ ലൈഫ് നശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ്റെ പേര് നശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ റൂഹി പറഞ്ഞതുപോലെ തന്നെ ശ്രുതിയുടെ ആത്മാവ് അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. സോ ഈ പറയുന്നവർക്കൊക്കെ നല്ല രീതിക്ക് തന്നെ കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ ആ ആത്മാവ് അവിടെ ഇരുന്ന് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. സോ കളിയാക്കുന്നതിനും പറയുന്നതിനും ഒക്കെ ഒരു പരിധി വേണം. അപ്പം ഗൈസ് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.